ഈ ഡാമിന്റെ താഴ്ഭാഗത്തേക്കാണ് ആസിഫ് അലി ചാടുന്നത്. ഇവിടെ കെട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ അപ്പൊ ഇതാണ് പൊന്മുടി തൂക്കുപാലം. ഒരു ഇരുമ്പ് പാലമാണ് കേട്ടോ. ഇരുമ്പ് പാലത്തിൽ കൂടെയാണ് ഇങ്ങനെ പോകുന്നത്. കാഴ്ചകൾ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇതുവഴി. ഇത് കണ്ടോ, അതെ ഈ വടത്തിലാണ്, വടം എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ വടമാണ്. ഇരുമ്പിൻ്റെ വടത്തിലാണ് ഈ തൂക്കുപാലം നിൽക്കണത് കേട്ടോ. ഇത് ഓഫ് റോഡ് ജീപ്പൊക്കെ വരുന്നുണ്ട്. നല്ല കാഴ്ചയാണ്, നല്ല രസമാണ്. ഇതേ ഫുള്ള് തൊട്ടിവിടുന്ന് മേളിലോട്ട് നോക്കാൻ നേരത്ത് ഒരു താഴ്വരയാണ്, ഒരു കുന്നാണ്, ഒരു മലമുകൾ. ഇത് വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഓവർ ഹൈറ്റുള്ള വണ്ടി പോകാൻ പറ്റത്തില്ല. അതായത് ഇവിടെ ഒരു കമ്പി വെച്ച് ഇത് ക്രോസ് ചെയ്തിട്ടുണ്ട്. കാറ് അതുപോലെയുള്ള വണ്ടികളൊക്കെ പോകുന്നതാണ് ഇവിടെ. അപ്പോൾ ഇതാണ് പൊന്മുടി തൂക്കുപാലം. തൂക്കുപാലം നല്ല രസമായിട്ടാണ് കാണാൻ. അതെ റോപ്പിലാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ അതെ കണ്ടോ, ഒരു വെള്ളച്ചാട്ടമുണ്ട്, പുറകു സൈഡിലൊരു വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ ആ ഒരു സൈഡിൽ ഡാമാണെന്ന് തോന്നുന്നു. ഒരു ഡാമിൻ്റെ ഒരു വലിയൊരു ആർച്ച് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് തൂക്കുപാലം, പൊന്മുടി തൂക്കുപാലം. വേണ്ട ആൾക്കാരൊക്കെ ഒരുപാട് പേര് വന്ന് പോകുന്നുണ്ട്. ഓഫ് റോഡ് ഇതിൽ പെട്ടതാണ്. അപ്പം ഇവിടെ ഒരുപാട് ജീപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഓഫ് റോഡ് വണ്ടികളെല്ലാം ഇവിടെ ഉണ്ട്. അതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അവിടെ ഒരു ഡാമാണെന്ന്. അതാണ് പൊന്മുടി ഡാം. ഇപ്പം നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഈ തൂക്കുപാലത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നോക്കാൻ നേരത്ത് നല്ലൊരു കാഴ്ചയാണ് കാണപ്പെടുന്നത്. പിന്നെ ആ ഒരു പിറക് സൈഡിൽ കാണുന്നത് ഡാമാണ്, പൊന്മുടി ഡാം. അപ്പോൾ നമ്മൾ ആ ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചയെ കാണിച്ചു തരാം. ഇതാണ് പൊന്മുടി ഡാം. പൊന്മുടി ഹിൽ സ്റ്റേഷൻ അല്ല, പൊന്മുടി ഡാം ഇതാണ്. അതെ ഇതാണ് പൊന്മുടി ഡാം. വേനൊക്കെ വെള്ളം കുറയും ശരിക്കും. ഈ പർവ്വതയിൽ വെള്ളം വലിച്ച് ചെയ്യാൻ നേരം വെള്ളം കുറയാൻ നേരം നമുക്കൊരു 19 മീറ്റർ വരെ നടന്ന് ഇറങ്ങിപ്പോകുന്ന രീതി വരും. അപ്പുറത്തുനിന്ന് ഒരു ജീപ്പ് ഓടിച്ചോണ്ടിരാകുമ്പോൾ അതിന് ജീപ്പ് ചാലൊക്കെ ഉണ്ട്. ജീപ്പ് ചാലൊക്കെ ഉണ്ടല്ലേ? ഇവിടെ കെട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇതിന്റെ ഡാം കെട്ടിയപ്പോ അടിയിലായി പോയതാ. നല്ല കാഴ്ചയായിരിക്കും. ഇതിപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ 2 കെട്ടിടം ഉണ്ടെന്നാണ് പറയുന്നത്. ഡാം പണിതപ്പോൾ അതിനുവേണ്ടി മൂടിയതാണ് പറയുന്നത്. അതാണ് ഷട്ടർ അല്ലേ? ഇത് ഈ ഡാമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ നേരത്തെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നാടുകാണി വ്യൂ പോയിന്റ്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അതായത് ഒരു നല്ല ഹൈറ്റുള്ളൊരു സ്ഥലമാണ് നാടുകാണി വ്യൂ പോയിന്റ്. അപ്പോൾ അടുത്ത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് പൊന്മുടി ഡാം കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചയാണ്. നല്ല പുറകു സൈഡൊക്കെ നല്ല ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ് ആടി സെറ്റ് ഇതാണ് കേട്ടോ. നല്ലൊരു ഇതാണ്, എന്താ ഒരു കാഴ്ചയാണ് ഈ ഒരു പൊന്മുടി ഡാമിൻ്റെ ഈ സൈഡിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ഡാമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതൊരു സിനിമയിൽ ഉള്ളൊരു ഡാമാണ്. ഓർഡിനറി സിനിമയിൽ അവസാന ഭാഗത്ത് ആസിഫ് അലി ആ ഒരു ചാടുന്ന ഒരു രംഗമുണ്ടല്ലോ, ഒരു ഡാമിൻ്റെ സൈഡ്, അത് ഈ ഡാമാണ്. ഈ ഡാമിൻ്റെ താഴ്ഭാഗത്തേക്കാണ് ആസിഫ് അലി ചാടുന്നത്. അതെ ഏകദേശം ആ ഒരു ഭാഗം കണ്ടോ, ആ ഒരു ഭാഗത്തേക്കാണ് ആസിഫ് അലി ചാടുന്നത്. പൊന്മുടി ഡാമിൽ നിന്നും നാടുകാണി വ്യൂ പോയിന്റ് അവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു വ്യൂ പോയിന്റാണ് കേട്ടോ. മികച്ച ഒരു കാഴ്ചയാണ് ഇവിടെ കാണപ്പെടുന്നത്. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു വ്യൂ പോയിന്റ്. ഇത് നാടുകാണി വ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ ഒരു അടിപൊളി സ്ഥലമാണ്. നല്ലൊരു വ്യൂ പോയിന്റാണ് കേട്ടോ. അതെ അങ്ങ് അകലെയുള്ള ദൂരമുള്ള കാഴ്ചകളൊക്കെ നല്ല വൃത്തിയായി കാണാൻ പറ്റും. നല്ലൊരു കാഴ്ചയാണ് നാടുകാണി വ്യൂ പോയിന്റ്. താഴ്ചയുള്ളൊരു കൊക്കയാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദേ കണ്ട നല്ലൊരു താഴ്ചയുണ്ട്. അതുപോലെ തന്നെ 2 സൈഡും നല്ല കാഴ്ചയാണ്.
നല്ല തണുത്ത കാലാവസ്ഥയാണ്. മഞ്ഞ് അങ്ങനെ ഒന്നുമില്ല, എന്നാലും നല്ല തണുത്ത കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ നാടുകാണി ചുരം കഴിഞ്ഞിട്ട് അടുത്ത് എത്തിയിരിക്കുന്നത് ചതുരംഗപ്പാറയാണ്. ഇതാണ് കാണുന്നത് ചതുരംഗപ്പാറ. ഇവിടെ ഒരു കുരിശൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഒരു കുരിശുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹൈറ്റിൻ്റെ മുകളിലാണ് ഈ ഒരു വ്യൂ പോയിൻ്റ്. നല്ല കാഴ്ചയാണ്. ചുറ്റിനും താണ്ടെ വനാന്തരങ്ങൾ കൊണ്ട് ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണ്. നല്ലൊരു മനോഹരമായ കാഴ്ച. സെറ്റാണ് കേട്ടോ. അതെ, നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. നല്ലൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു പ്രത്യേകതരം ഒരു മരമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഇലയൊന്നുമില്ല. ഇത് ഫുള്ള് നല്ല രസമാട്ടോ കാണാൻ. ഇത് മുളയരി എന്തിനാണിത്? ഇത് കഞ്ഞി വെക്കാനും പായസം വെക്കാനൊക്കെ എടുക്കുന്ന ആൾക്കാർ. ഓ, ഇതാണ് ഈ മുളയരി പായസം എന്ന് പറയുന്നത്. പായസം മെയിൻ ഉണ്ടാക്കണത്. ഓ, പായസം ഉണ്ടാക്കണത് ഇതിട്ടാണല്ലേ? ചോട്ടിലെങ്കിൽ നമ്മള് ഈ പടുതയൊക്കെ അങ്ങ് വിരിക്കും. അന്നേരം ശരിക്കും ഇതായി കഴിഞ്ഞാൽ പഴുത്തിട്ടങ്ങ് തന്നെ ചാടാൻ തുടങ്ങും. ഓ ഓ ഓ, അങ്ങനെ. അപ്പൊ ഇതാണ് മുള അരി. ശരിക്കും പോക്കാറ് മൊത്തം മഞ്ഞ നിറമാവും. ഈ ചെടി മൊത്തം ഈ തുറന്ന് പറയും ഇങ്ങനെയുള്ളതിന്. ഇത് മൊത്തം മഞ്ഞ നിറമാവും. ഓ ഓ ഓ, ഫുള്ള് ഇത് ഇല മാറി ഫുള്ള് അരിയാവും അല്ലേ? മൊത്തം മഞ്ഞ നിറമായിട്ടങ്ങ് ചാടാൻ തുടങ്ങും. അന്നേരം അടിയിൽ ഈ പടുതയെല്ലാം വിരിച്ചിട്ട് ഗ്രീൻ നെറ്റെല്ലാം കൊണ്ട് വിരിക്കും. അത് പൊട്ടിയെടുത്തിട്ട് ഈ പേറ്റിയും പെറുക്കി എടുത്തൊന്ന് അരി എടുക്കും. ആ, അങ്ങനെയാണ്. പ്രത്യേക അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ആൾക്കാർ കുരിശ് ചുമന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് വെക്കുന്നൊരു ചടങ്ങുണ്ട്. അപ്പം കഴിഞ്ഞതിനും അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യമായിട്ടൊക്കെ വെച്ച കുരിശാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആ മരത്തിൽ ചാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സെറ്റായിരുന്നു, അടിപൊളി. നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ ചേട്ടൻ കൊണ്ടൊന്ന് കാണിച്ചു തന്ന്. എന്തായാലും ഓഫ് റോഡ് അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഷഹനാസ് ഓഫ് റോഡൊക്കെ? സെറ്റ്, അടിപൊളിയായിരുന്നു. അമലേ? അടിപൊളി. നമ്മൾ തികച്ചും കാണാത്ത ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത കുറച്ച് സ്ഥലങ്ങളെ കൊണ്ട് കാണിച്ചു തന്നു ചേട്ടൻ. കുറച്ച് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. അവിടുത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളെല്ലാവരും കാണണം. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ ചേട്ടനാണ് കൊണ്ട് കാണിച്ചു തന്നത്. അപ്പോൾ ചേട്ടനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് എല്ലാം കൊണ്ടൊന്ന് കാണിച്ചു തന്നതിന്. അപ്പം നിങ്ങളെ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ഫ്രം സിയ.